ശ്രീ സേനാപതി വേണു, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുണ്ട്. അതിൻ്റെ ഭാഗമായി സർവകക്ഷി സംഘങ്ങളടക്കം ഇപ്പോഴും സന്ദർശനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ കോൺഗ്രസിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അത് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതയാണ്, പ്രത്യേകിച്ച് ശശി തരൂരുമായി ബന്ധപ്പെട്ട. അപ്പോഴും ഇന്ത്യ നൽകിയ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് പാകിസ്ഥാൻ തന്നെ മറുപടി നൽകുന്ന ഒരു സാഹചര്യം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളുണ്ടല്ലോ. അതിന് പാകിസ്ഥാൻ കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? തങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ആരംഭിച്ചിരുന്നു, അവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്ന് പാകിസ്ഥാൻ തന്നെ പറയുകയാണ്. അഭിലാഷ്, ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ച് ഒരാൾക്കും സംശയമില്ലല്ലോ. ആ തിരിച്ചടി പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇന്നോളം അവർക്ക് ലഭിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ചൊന്നും തർക്കമില്ല. ഇവിടെ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരൊറ്റ ഇഷ്യൂസ്, സർജിക്കൽ സ്ട്രൈക്ക് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന. അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുസ്തകത്തിൽ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തെ ഒരു കാരണവശാലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ രാഷ്ട്രീയ വിവാദങ്ങൾക്കോ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അതല്ല, മറിച്ച് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും ഉൾപ്പെടുന്ന 7 സംഘങ്ങൾ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിച്ച് പാകിസ്ഥാൻ നടത്തി വരുന്ന ഭീകര പ്രവർത്തനത്തെ കുറിച്ച് വളരെ കൃത്യമായി ലോകത്തിന് മുമ്പിൽ നമ്മൾ വിവരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തർക്കങ്ങളോ അതൊന്നും അല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ. ഇവിടെ സൈന്യം നടത്തിയിട്ടുള്ള തിരിച്ചടി, ആ തിരിച്ചടിയുടെ ശക്തി അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ഇനി ഇന്ത്യക്ക് നേരെ കൈ ഉയർത്താനോ അല്ലെങ്കിൽ ആയുധം ഉയർത്താനോ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് പാകിസ്ഥാന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. നമ്മളിത് പറയുമ്പോഴും ഇന്ന് എയർ മാർഷൽ എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെ ഒരു പ്രസ്താവന, അത് നമ്മളെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്, ഒരു ഞെട്ടിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരർത്ഥത്തിലല്ല. ഇപ്പോഴും നമ്മുടെ സേനകൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നതിന്, അത്യന്താധുനികമായ ആയുധങ്ങൾ നൽകുന്നതിലുള്ള ഒരു കാലതാമസം, ആ കാലതാമസം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഞാൻ AP സിംഗിന്റെ പ്രസ്താവനയെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട എയർ ചീഫാണ്, വായുസേനയുടെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മറ്റ് വേദികളിലോ വിവാദങ്ങളിലോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇരിക്കുന്ന ഒരു വേദിയിലാണ്. ഞാൻ 1 മിനിറ്റ് സമയം കൂടി എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1996 ശേഷം നമ്മൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിയ ഒരു കാലഘട്ടമായിരുന്നു. മറ്റൊന്നുമല്ല, ലോകം വളരെ നീണ്ട കാലത്തേക്ക് നമ്മൾ സമാധാനത്തിലേക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്കിനി യുദ്ധവിമാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ പ്രതിരോധ ചെലവ് പടിപടിയായി കുറയ്ക്കാം എന്നുള്ള ഒരു നിലയിലേക്കാണ്. പക്ഷെ സൈന്യം ആവശ്യപ്പെട്ടു, അത് പറ്റത്തില്ല. അങ്ങനെ ആണ് റഫാലുമായിട്ടുള്ള ചർച്ച ആദ്യമായിട്ട് നടക്കുന്നത്. പ്രതിരോധ മന്ത്രിയായിരുന്നു ശ്രീ AK ആന്റണിയുടെ കാലഘട്ടത്തിൽ ചർച്ച നടത്തുന്നത്. അന്നത്തെ ചർച്ചയിൽ ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, അത് മറ്റു വിദഗ്ധർ ഈ കാര്യത്തിൽ ചർച്ചയിലേക്ക് വരും. 126 റഫാൽ വിമാനങ്ങൾ, അതായത് 7 സ്ക്വാഡ്രൺ, ഒരു സ്ക്വാഡ്രനകത്ത് 18 വിമാനങ്ങൾ ഉൾപ്പെടുന്ന 126 വിമാനങ്ങൾ. ആ 126-ൽ 18 എണ്ണം നമ്മൾ നേരിട്ട് വാങ്ങുകയും ശേഷിക്കുന്ന 106 എണ്ണം അതിന് ടെക്നോളജി വാങ്ങി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇത് നിർമ്മിക്കാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനം വഴി നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ കരാറ്. ഞാൻ മനസ്സിലാക്കുന്നത് 510.10 കോടിയായിരുന്നു ഒരു റഫേൽ വിമാനം. ആ രീതിയിൽ വാങ്ങുകയായിരുന്നെങ്കിൽ നമുക്ക് മുതൽ മുടക്കേണ്ടത്. പക്ഷേ ആ കരാറ് പിന്നീട് റദ്ദാകുകയും 36 വിമാനങ്ങൾ നേരിട്ട് വാങ്ങുകയും അതിന് 66,000 കോടി രൂപ ചെലവാകുകയും, ഞാനിപ്പോ ഇതിന്റെ ചെലവോ പർച്ചേസിങ്ങിനെ കുറിച്ചല്ല പറഞ്ഞത്, ഡിലേ ഉണ്ടാകുന്നു എന്ന് ബഹുമാന്യനായ എയർ ചീഫ് മാർഷൽ പറയുമ്പോൾ നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ കരയുദ്ധത്തിനോ അതല്ലെങ്കിൽ ഇൻഫൻട്രിക്കോ വലിയ പ്രസക്തിയില്ല. ഇപ്പൊ ഡിന്നി സാർ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങളൊക്കെ ഇൻഫൻട്രിയുടെ ഭാഗമായിട്ട് നിന്നവരാ. ഇനി തോക്കും പിടിച്ചുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. മിസൈൽ യുഗമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെയും, ഇപ്പം നേവി നമുക്കറിയാം ഏറ്റവും അടുത്ത കാലത്ത് INS അരിഹണ്ട് എന്ന് പറയുന്ന അന്തർവാഹിനിയാണ് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പോരായ്മ, നമ്മുടെ ഒരു വെല്ലുവിളി എന്താ? ഗുജറാത്ത് മുതൽ റാൻ ഓഫ് കച്ച് മുതൽ നമ്മളിങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാല് ബർമ്മ വരെ കിടക്കുന്ന വലിയ തീരദേശമുള്ള നമുക്ക് ഒരുപാട് യുദ്ധക്കപ്പലുകളും ഒരുപാട് അന്തർവാഹിനികളും ഒക്കെ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു സൂക്ഷ്മ
ാണ് അദ്ദേഹം നൽകിയത്. ഇത് കാലതാമസമില്ലാതെ ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. അത് അദ്ദേഹം പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. അതിനെ രാജ്യത്തെ ഗവൺമെന്റ് ഉൾക്കൊള്ളും. പക്ഷേ 11 കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനോട് ഈ യുദ്ധവിമാനങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലാവധി, പ്രത്യേകിച്ച് ഈ തേജസ് വിമാനത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തേജസിന്റെ വിമാനങ്ങൾ അത് 2024 നവംബർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലഭിക്കേണ്ടതാ. 24 25 പകുതിയായിട്ടും ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചാവുമ്പോൾ അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒന്നാം ഫേസിൽ സൂചിപ്പിക്കാൻ. തീർച്ചയായും ശ്രീ രഘുനാഥ്